ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാണേ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഇവിടെ കുറേ ദിവസം കൊണ്ട് മഴയാണ്. ഇന്നാ ഒന്ന് തോർന്ന് കിട്ടിയത്. അപ്പോൾ വിചാരിച്ചൊന്ന് വൈകിട്ട് എവിടെയെങ്കിലും പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 മണി ടൈം ആയിട്ടുണ്ടാകും. സൺസെറ്റൊന്നും കാണാനേ ഇല്ല. മഴക്കോളുണ്ടായിരുന്നു കേട്ടോ, അതാണ് സൺസെറ്റൊന്നും കാണാൻ. ഇവിടെ കുറച്ച് കുതിരവണ്ടിയും ട്രക്കും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളെ കുറച്ചൊരു 5 മിനിറ്റ് ചുറ്റിച്ചിട്ട് പോയി. നല്ല സുഖമുള്ളൊരു അനുഭവമാണ് അത്. നല്ല രസമാണത്. ഒരുപാട് ദൂരം പോകാനില്ല, കുറച്ച് ദൂരം. ഇവിടെ തന്നെ കുറേ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. അത് ഇവിടുത്തുകാരുടെ ദേശീയ ഭക്ഷണമായ കുറേ വടാപ്പാവും സമൂസയും പാനിപൂരിയൊക്കെയാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് കഴിച്ചില്ല. പിന്നെ ഇവിടുത്തെ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ അവർ കൃഷി ചെയ്ത സാധനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. വാഴക്കുലയുണ്ട്, നാരങ്ങ, പിന്നെ പൈനാപ്പിള്, സ്റ്റാർ ഫ്രൂട്ട്, കൂമ്പ്, അതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ചാമ്പയ്ക്ക. നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനം എല്ലാം ഇവിടെ കിട്ടും. പക്ഷെ നല്ല വിലയാണ്. പിന്നെ പിള്ളേർക്കുള്ള കുറേ സാധനങ്ങൾ. ഒരു മാങ്ങയ്ക്കൊക്കെ അവർ ചോദിക്കുന്നത് 50 രൂപയാണ്. ആ മാങ്ങയ്ക്ക് 50 രൂപയാണ് അവർ പറയുന്നത്. ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഇരിപ്പുണ്ട്. അത് 2 മാങ്ങയ്ക്ക് 50 രൂപ. എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയുമാണ്. 50 രൂപ കുറഞ്ഞൊരു സാധനം തരത്തില്ല. ഇത് ഒരു ചക്കയ്ക്ക് 200 രൂപയാണ്. ആ മുറിച്ച് വെച്ചേക്കുന്ന ചക്കയ്ക്ക് 100 രൂപ. അത് പഴുത്ത ചക്കയാണ്. എന്ത് ചക്കയാണെന്നറിയില്ല. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മേടിച്ചില്ല ഞങ്ങൾ. അവരത് 100 രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. 100 രൂപയേ ഉള്ളൂ, 100 രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത്. ഞങ്ങളെന്തായാലും മേടിച്ചില്ല. അപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.